ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മഹേഷ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മോഹൻലാല്, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അതുപോലെ തന്നെ രേവതി, അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റുള്ള ഒരു മൂവിയാണ്. ലാലേട്ടനും അതുപോലെ തന്നെ മമ്മൂക്കയും 16 വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്രെയിമിൽ വരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ മൂവിക്കുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസ് മൂവി കണ്ട ഒരു ഫീലാണ് എനിക്ക് കിട്ടിയതും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യക്കകത്തും പുറത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സീനിൽ പോലും നമുക്ക് ഒരു രീതിയിലുള്ള ഒരു കുറവ് ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് വിഷ്വലി റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്. പുറത്തുള്ള സീനൊക്കെ എസ്പെഷ്യലി ആ ഒരു ബഡ്ജറ്റ് ഇറക്കിയതിന്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു ഫിലിമിനുണ്ട്. ആൻഡോ ജോസും അതുപോലെ തന്നെ കെ.ജെ. അനിലും കൂടിയിട്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. ഏകദേശം 100 crores എബോവ് ബഡ്ജറ്റുള്ള ഒരു മൂവിയാണ്. അതിന്റെ എല്ലാ ടെക്നിക്കൽ എന്താ പറയാ ടെക്നിക്കൽ വൈസ് ഈ ഫിലിം ഹൈ ആണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുശീൽ ശ്യാമാണ്. അടിപൊളി മ്യൂസിക്കാണ്. ശരിക്കും ഈ സിനിമ ഒന്ന് അപ്പ് ചെയ്ത് നിർത്തുന്നതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് നല്ലൊരു പങ്കുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നതായിട്ട് കണ്ടു. ഒരുപാട് റിവ്യൂസ് വന്നു. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ മലയാളി പ്രേക്ഷകര് ഈ മമ്മൂക്ക മോഹൻലാലിനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇവർ ഒരുമിച്ചൊരു ഫ്രെയിമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇടി മാസ് ഡയലോഗ് മുണ്ട് മടക്കി കുത്തി ഇടിക്കണം, ഭയങ്കര എന്താ രഞ്ജിത്തൊക്കെ എഴുതുന്ന പോലത്തെ കുറെ ഡയലോഗ്സ് വേണം എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. രഞ്ജി പണിക്കരൊക്കെ എഴുതി വെക്കത്തില്ലേ. പക്ഷേ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ ആക്ടേഴ്സ് മാറി, നമ്മളും മാറേണ്ട സമയമായിരിക്കുന്നു. അവർ ഈ സിനിമ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് മൂവി ആയിട്ടോ. ഇതിനകത്ത് മമ്മൂക്കയുടെ ഇൻട്രോ സീനിലൊന്നും വലിയ എന്താ പറയാ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടല്ല. ഒരു സാധാരണ എൻട്രിയാണ് മമ്മൂക്കയുടെ സീനിലുള്ളത്. പക്ഷെ ലാലേട്ടന്റെ സീനിൽ കുറച്ചൊന്ന് ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു മാസ് ഡയലോഗോ ഇടിക്കുമ്പോ നാലാള് തെറിച്ചു പോകുന്ന സീനൊന്നുമില്ല. ഇതിനകത്ത് ഇവര് തമ്മിലുള്ള ബോണ്ടും എന്താ പറയാ കാണിക്കുന്നത് വളരെ രസമായിട്ടാവും. നമ്മുടെ ഉള്ളിനകത്ത് ആ കണക്ഷൻ, ഇവര് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇവര് ഒരുപാട് ഡയലോഗ് പറയുന്നതോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കാൻ പ്രത്യേക സീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ചില ഫാൻസിനൊന്നും ഈ പടം തീരെ ദഹിക്കണം എന്നില്ല. പിന്നെ ഇതിനകത്തൊരു കാര്യം നടക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഹേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ഓർക്കുക, ആ ഒരു റോള് ലാലേട്ടൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻ ലാലേട്ടൻ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് നമ്മൾ കൈയടിക്കണം. കാരണം ഇത് നമ്മുടെ കേരളത്തിലല്ലാണ്ട് വേറെ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകണില്ല. തുല്യ പ്രാധാന്യമുള്ള രണ്ട് ആക്ടേഴ്സ് ഒരു ഫ്രെയിമിനകത്ത് വരുമ്പോൾ രണ്ടുപേർക്കും വാല്യൂ കുറയ്ക്കാണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പല ആൾക്കാരും സിനിമ എടുക്കുക. ഒരാക്ടർ പോലും ഈ ലാലേട്ടൻ ചെയ്ത കഥാപാത്രത്തിന് തമിഴിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ കന്നഡയിലോ ഒന്നും മറ്റൊരു ആക്ടേഴ്സും ചെയ്യാത്ത ധൈര്യം, ആ ഒരു ധൈര്യമൊക്കെ എടുക്കണമെങ്കിൽ അത് നമ്മുടെ മലയാളത്തിൽ നിന്ന് മാത്രമേ പറ്റൂ. ശരിക്കും എന്നെ സംബന്ധിച്ച് ഈ സിനിമ എനിക്ക് വർത്തായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ കഥ, ഈ കഥ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. കഥയും ക്യാരക്ടേഴ്സും. ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ പ്രൈവസിയാണ്. ഇതിന്റെ ഒരു ട്രീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കഥ ഇതാണ് സംഭവം എന്നുള്ളത്. നമ്മുടെ പ്രൈവസിക്ക് എന്തുമാത്രം വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ഇതിലൊക്കെ നമ്മുടെ വിവരങ്ങൾ എത്രമാത്രം ചോരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇന്ന് നടക്കുന്നുണ്ടാവും, ഭാവിയിൽ നടന്നേക്കാം. അപ്പൊ നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യങ്ങൾ, ഇത് എത്ര കെയർഫുൾ ആയാലും ചിലപ്പോൾ നടക്കാം. എന്നാലും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഈ സിനിമയിനകത്തുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതെല്ലാം അവർ കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഒരു നെഗറ്റീവ് ഫീൽ തോന്നിയത്, ഈ പറയുന്ന ഒരു 3 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. ഇതിന് ഇത്രയും ലെങ്ത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 2.5 മണിക്കൂറിലൊക്കെ ഈ സിനിമ എത്തിക്കാമായിരുന്നു. ഷോർട്ടായിട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സ്പീഡ് ഉണ്ടായെന്ന് തോന്നി. ഇതൊരു സ്ലോ ബേസ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ശരിക്കും മമ്മൂക്കയുടെ ഒരു എന്താ പറയാ മമ്മൂക്കനെയാണ് നമ്മൾ ഈ സിനിമയിനകത്ത് മുഴുനീളെ കാണുന്നത്. മമ്മൂക്കയുടെ സിനിമയാണ് ഇത് ശരിക്കും. ശരിക്കും ഫസ്റ്റ് ഹാഫിനകത്ത് ഈ കഥയുടെ എല്ലാ കാര്യങ്ങളും, കാരണം നമുക്ക് ഈ സിനിമയിനകത്ത് ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾറെഡി വില്ലൻ എന്താണ് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നുള്ളതൊക്കെ നമ്മളിലോട്ട് എത്തിച്ചിട്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ലാസ്റ്റ് ഒരു ട്വിസ്റ്റോ ടേണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ പറയുന്ന രീതിയിനകത്ത് നമുക്ക് ഒരു തരത്തിനകത്തും ബോറടിക്കില്ല. നമ്മുടെ ക്ഷമേനെ കെടുത്തുന്ന ഒരു പരിപാടികളും ഇല്ല. മമ്മൂക്കയുടെ ആക്ടിങ്, മമ്മൂക്കയുടെ സ്റ്റൈൽ, ഇതെല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ ഒരു സൈനികനായിട്ടാണ് ഈ സിനിമയിനകത്ത് വന്നേക്കുന്നത്. ആ ഒരു പഞ്ചുണ്ടല്ലോ അതൊക്കെ ഇതിനകത്തുണ്ട്. ഒരു
ഒരു ഇടി സീൻ ഉണ്ട്. ഈ ഇടി സീനകത്ത് അല്ല ലാലേട്ടൻ ആൾക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ, പക്ഷെ ഒരു പുഞ്ചിരി ഉണ്ട്. ആ പുഞ്ചിരി മതി നമ്മൾ കൈയടിക്കും, അങ്ങനത്തെ സീനാ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഫഹദ് ഫാസിലിന്റെ രണ്ട് സീൻ നമ്മൾ ഈ സിനിമേനകത്ത് നമ്മൾ മറക്കാത്ത രണ്ട് സീൻ ഉണ്ട്. ഒന്ന് എൻഡിനകത്തൊരു ഫോൺ കോള്, രണ്ട് ഒരു പറയുന്ന ഒരു വിമാനത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടൊരു സംഭവമുണ്ട്. ഇത് രണ്ടിനകത്ത് ഫഹദ് ഫാസിലിന്റെ അഭിനയം ക്ലാസ് ആണ്. പിന്നെ കുഞ്ചാക്കോ ബോബനിനകത്ത് ഒരു നെഗറ്റീവ് വശങ്ങളൊന്നും നമുക്ക് പറയാനില്ല, പക്ഷെ ഒരേ ഭാവം ഒരേ താളത്തിൽ പോകുന്ന ഒരാളാണ്. ഒരു അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ ഒന്ന് കുഞ്ചാക്കോന്റെ ക്യാരക്ടറിനകത്തൊരു എന്തെങ്കിലും ഒരു എലമെന്റ് കൂടി ആഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഒരു സെയിം പിച്ച് പിടിച്ചിട്ടാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. പിന്നെ നയൻതാരയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് സീൻസിലേ നയൻതാരയുള്ളൂ. അതും അവരുടെ ആ ഒരു വേഷത്തിനെ നമ്മൾ അവർ ചെയ്തല്ലോ എന്നുള്ള ഓർത്തിട്ടാണ് ഞാൻ പേഴ്സണലി ഹാപ്പി ആവുന്നത് കേട്ടോ. കാരണം അവർക്ക് മാസ് ഡയലോഗ് കാര്യങ്ങളോ ഒന്നും അവർക്കും ഇല്ല. ജസ്റ്റ് ഒരു കഥാപാത്രത്തെ അവർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതൊരു റിലേ പോലെയാണ്. ഒരാൾ തുടങ്ങി വെക്കുന്ന ഒരു പ്രവൃത്തി ഓരോരുത്തരും ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേവതിയിൽ നിന്നിട്ടാണ് ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മമ്മൂക്കയിലോട്ട് എത്തുന്നു, മമ്മൂക്ക വഴി അത് സെറീന എന്ന് പറയുന്ന ആക്ടറിലോട്ട് എത്തുന്നു, സെറീന, അതുപോലെ നയൻതാര, കുഞ്ചാക്കോ ബോബൻ, മോഹൻലാൽ, ഇതിലോട്ടെല്ലാം ഇങ്ങനെ ബാറ്റൺ കൊടുത്ത് 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 ഈ സാധനങ്ങൾ പൊക്കൊണ്ടിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, എന്നെ സംബന്ധിച്ച് ഇതൊരു വർത്ത് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ ഉള്ള മൂവികൾ വരണം, ഇതുപോലെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസുകൾ നമുക്ക് കിട്ടണം. നമ്മുടെ ആക്ടേഴ്സ് മാസ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സുകൂടി നമുക്ക് വേണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 16 വർഷത്തെ കാത്തിരിപ്പൊന്നും നമുക്ക് പിന്നീട് ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. വളരെ അടുത്ത കാലങ്ങളിൽ തന്നെ അവർ അടുത്ത സിനിമകളുമായിട്ട് നമ്മുടെ മുന്നിലോട്ട് എത്തും. പക്ഷെ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ്. നമ്മളാണ് ഇങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ഈ 2020 പോലെയൊക്കെ 16-20 വർഷം കഴിയുമ്പോൾ കുറെ പേര് ഒരുമിച്ച് അഭിനയിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് മാസും അതുപോലെ തന്നെ വെട്ടും മടിയും കുത്തും റൊമാൻറ്റിക് സീനൊക്കെ ആയിട്ടുള്ള സിനിമകൾ മാത്രം കാണേണ്ടി വരും. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പേട്രിയയിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ കുറിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.